വർഷങ്ങൾക്ക് മുമ്പ് ഗർഭാവസ്ഥയിൽ ജീവനോടെ ചിതയിൽ എരിഞ്ഞടങ്ങിയ കോലോത്ത് ദാസിപ്പണിന്റെ ആത്മാവ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ഒഴിഞ്ഞു പോവില്ല. പണ്ട് മേപ്പാടൻ ആവാഹിച്ച് കണ്ണേറ്റിങ്കര കാളിക്ഷേത്രത്തിന്റെ മുന്നിലെ ആൽമരത്തിൽ ബന്ധിച്ച ആ ദുരാത്മാവ് പുറത്തു ചാടിയത് തികച്ചും ആകസ്മികമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നാ പറയണേ? കോളേജിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പുറപ്പെട്ട ഈ കുട്ടി ചരിത്ര പ്രാധാന്യമുള്ള പുരാതനമായ കണ്ണേറ്റിങ്കര ക്ഷേത്രവും സന്ദർശിക്കാനെത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആവാഹിച്ച ആൽമരത്തിൽ തറച്ച മായാഗംഗയുടെ ദുരാത്മാവ് ആണി ഊരിയത് വഴി ഡെയ്സിയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. അന്നേരം അതാരും മനസ്സിലാക്കിയില്ല. പക്ഷേ രാത്രി വീട്ടിലെത്തിയതിന് ശേഷം ഡെയ്സിയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പ്രാർത്ഥനയിലും ആഹാരകാര്യത്തിലുമെല്ലാം അവൾ തികച്ചും മറ്റൊരാളായി മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മായാഗംഗയായി. ഒരു ദിവസം രാത്രിയിൽ ആരും കാണാതെ അവൾ വീട് വിട്ടിറങ്ങി. മാണിക്കശ്ശേരി കോവിലകത്തെത്തുകയായിരുന്നു അവളുടെ ലക്ഷ്യം. കോവിലകത്ത് പ്രവേശിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഉണ്ണിയുമായി സൗഹൃദം സൃഷ്ടിക്കുകയായിരുന്നു. ഇനി എന്താ അച്ഛോ ഒരു പരിഹാരം? കാര്യങ്ങളുടെ ഗൗരവം ഇനി ഇവരോട് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ബാധ ഒഴിഞ്ഞു പോകുമ്പോ ഒരു മരണം ഏതായാലും ഉറപ്പാ. കർത്താവേ, അവൾ കടങ്ങാത്ത പ്രതികാരമുള്ള കോലോത്ത ഏതെങ്കിലും തമ്പുരാന്റെ ജീവനാകാം. അല്ലെങ്കിൽ കുടിയേറിയിരിക്കുന്ന ആ ശരീരത്തിന്റെ, അതായത് ഡെയ്സിയുടെ ജീവനാകാം. ഏതെങ്കിലും ഒന്നിനെ നശിപ്പിക്കാതെ, ഒരു നാശം കാണാതെ അവൾ ഒഴിഞ്ഞു പോവില്ല. എല്ലാ ശക്തികൾക്കും ഉപരിയായി ദൈവമെന്ന ശക്തിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. വിശ്വാസങ്ങൾ പലതായാലും പ്രപഞ്ചത്തിൽ ദൈവം ഒന്നേയുള്ളൂ. അവൻ തന്നെ രക്ഷിക്കണം. അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടുന്നില്ല. പ്രതീക്ഷ കൈവിടണ്ട. ഞങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കുക. വരൂ മേപ്പാടൻ. എന്താ മേപ്പാടൻ, തന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും? കടുത്ത പ്രയോഗമാ. ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ ഒരു മരണം ഒഴിവാക്കാൻ വേണ്ടി എത്ര കടുത്ത പ്രയോഗവുമാകാം. വേറെ പോംവഴിയില്ലെങ്കിൽ മാന്ത്രിക ഗ്രന്ഥങ്ങളിലെ മർമ്മപ്രധാനമായ ആഭിചാര കർമ്മങ്ങളിൽ ഒരു ദഹന ഹോമത്തെക്കുറിച്ച് സൂചനയുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ദഹനഹോമം ചെയ്ത് ആത്മാവിനെ എന്നേക്കുമായി ഒഴിപ്പിക്കുക. ഒരു പരീക്ഷണ പ്രയോഗം. തനിക്കതിന് കഴിയും മേപ്പാടൻ. ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. തന്റെ കർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതുവരെ ഞാൻ പ്രാർത്ഥനാമുറിയിലുണ്ടാവും. ഓം ഹ്രീം പുരസ്പുര പ്രസ്പുര പ്രസ്പുര ഓരതര തലയൂവ ചരചര പ്രജര പ്രജര കഥാ ഓമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും. ഭൈരവീയ നമ, ഭീമഭൈരവീയ നമ, ഹിമഭൈരവീയ നമ, ക്ഷീരഭൈരവീയ നമ. അവളെ പിടിച്ചോണ്ട് വരിക.
കാണിക്കുന്നത്? അവിടെ വിട്, വിടാ, വിടുക. കർമ്മങ്ങൾക്ക് വിഘ്നം നിൽക്കരുത്. ഇവൾ എന്റെ ഭാര്യ. ഇവക്ക് എന്ത് കർമ്മം വേണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെ നിന്റെ കുടുംബത്തെ നശിപ്പിക്കാമെന്ന് ദുരാത്മാവാ. വിടുക. ഇല്ല ഉണ്ണി, ഈ കർമ്മം നടത്തിയേ പറ്റൂ. തടസ്സം നിൽക്കരുത്. താ പോടോ. അവനെ മുറിയിട്ട് കൂട്ടുക. അച്ഛ അവളെ തല്ലരുത്. എന്റെ ഗംഗ ഒന്നും ചെയ്യരുത്. വിടോ. നീ ഒഴിഞ്ഞു പോവോ? നിന്നെ ദ്രോഹിച്ചവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇവരെ ശല്യം ചെയ്യാൻ ഒഴിഞ്ഞു പോവാ. ഇവരെ ബന്ധിക്കുക. എല്ലാരും കൂടെ എന്തായി കാണിക്കുന്നത്? നിന്നെ പറഞ്ഞേക്കാൻ നമുക്കറിയാം. അതിനുമുമ്പ് നിന്നെ ഞാൻ പറഞ്ഞേക്കും. നീ പ്രവേശിച്ചിരിക്കുന്ന ഈ ശരീരം ഞാൻ കത്തിച്ച് ചാമ്പലാക്കാൻ പോവാ. പണ്ട് നിന്നെ ജീവനോടെ ചുട്ടരിച്ചതുപോലെ. ഒഴിയുന്നുണ്ടോ നീയെ? നീ ഒഴിപ്പിക്കോ? നീ എന്നെ ഒഴിപ്പിക്കുമെന്ന്? ഓം കാളി ശക്തി ദുർഗായ നമഃ. പറഞ്ഞേക്കരുത്. ഓം ക്ലീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി. വല്ല മന്ത്രവാദികളും വാക്കേണ്ട അവളെ ഉപദ്രവിക്കരുത്. എന്നെ പറഞ്ഞേക്കരുത്.
ഇനി പേടിക്കാനൊന്നുമില്ല. നൗ ഷീസ് നോർമൽ. ജെയിംസ് ഏട്ടാ. അപ്പച്ചാ. മായേ, ദേ നോക്കി. മുത്തശ്ശി, കൃഷ്ണേട്ടൻ, അമ്മാവൻ, ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ. ഇവരൊക്കെ ആരാ ജെയിംസ് ഏട്ടാ? മായേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണിയാ. ഉണ്ണിയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് മായയല്ല ഡെയ്സി ആണെന്ന്. ഡെയ്സി, ഇത് ചതിയാ. നിങ്ങൾ എല്ലാരും കൂടെ മന്ത്രവാദവും കൂടോത്രം ചെയ്ത് എന്റെ മായയുടെ സമനില തെറ്റിച്ചതാ. മോനെ, എന്റെ മായ ഈ അവസ്ഥയിലാക്കിയപ്പോ തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? മായേ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. എല്ലാം കള്ളോ. നീ എന്റെയാ, എന്റെ പാത്രം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഉണ്ണി, ഞാൻ പറയുന്നു. ഞാനൊന്നും പറയണ്ടോ. എന്റെ മായയെ തട്ടിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ കൊല്ലു നിന്നെ ഞാൻ. എന്താ ഇതൊക്കെ? മോൾ ഇതൊന്നും അറിയണ്ട, റെസ്റ്റ് ചെയ്തോളൂ. അതല്ല, ഡെയ്സി എല്ലാം അറിയണം. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയില്ലേ? എന്തിനാ എന്റെ കുട്ടിയെ വീണ്ടും അന്വേഷിക്കണ? നിങ്ങൾക്കറിയോ, അവനിപ്പോ ആരോടും ഒന്നും ഉരിയാടാറില്ല, ഭക്ഷണവും ഇല്ല. തകർന്നു പോയി എന്റെ കുട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ തിരിച്ചു കിട്ടിയില്ലേ? കഴിഞ്ഞതൊക്കെ അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഞങ്ങളത് മറക്കാൻ ശ്രമിക്കുക. കോലത്തെ ശാപങ്ങളൊക്കെ തീർന്നിരിക്കുക. ഞങ്ങളുടെ ഉണ്ണിക്ക് ഞങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോളാം. ഈ നിൽക്കുന്ന ഉണ്ണി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഡേസി വിവാഹം കഴിക്കാൻ ആലോചിച്ചത് ശരി തന്നെ. പക്ഷേ ഉണ്ണിക്ക് ഡേസിയോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ ബാക്കിയെല്ലാം നിസ്സാരമാണ്. കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡേസിക്കും അത് ബോധ്യമായി. ഇനി മുതൽ അവൾ ഡേസിയല്ല, ഈ കോലോത്ത ഉണ്ണിയുടെ, നിങ്ങളുടെ മായ. മായേ, പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ കോലോത്ത് ഒരു അനന്തരാവകാശം ഉണ്ടാകാൻ പോവുകയാ. അതെ, ഉണ്ണി ഒരു അച്ഛനാകാൻ പോകുന്നു. കൺഗ്രാറ്റുലേഷൻസ്. മോളെ, കുഞ്ഞുകാവു, എന്താ ഇത്? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ചോ? ഉണ്ണിക്ക് മായയായി, കൃഷ്ണന് കൊച്ചുറേസിയായി. 46 വയസ്സ് കഴിഞ്ഞിട്ട് മോഹങ്ങൾ ഉള്ളിൽ ഒതുക്കി നിൽക്കണ ആ പാവം രാമന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. മനസ്സിലായോ? ഉവ്വേ. എന്റെ കാര്യം ശരിയായിട്ടോ? നിന്നെ ഞാൻ